വെറും 5 വയസ്സ് മാത്രം പ്രായമുള്ള ഈ കുരുന്നിനോട് ഇത്ര വലിയ ക്രൂരത കാട്ടിയ ഇവനൊക്കെ മനുഷ്യനാണോ? ഇവനെ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്യേണ്ടത്. 2 ദിവസം പോലീസിൽ ജോലി കിട്ടിയാൽ ഇവനെ ആ സ്പോട്ടിൽ കാച്ചിക്കളയുമെന്ന് ഒരു സുഹൃത്തിൻ്റെ കമൻ്റ് വായിച്ചു. ഇവിടെയാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കുട്ടികൾ സംരക്ഷണത്തിലാണോ? ഏത് സമയത്തും ഇത്ര വലിയ കഴുകന്മാരുടെ കണ്ണുകൾ നമ്മുടെ കുട്ടികളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു മിഠായി വെച്ച് നീട്ടി കുഞ്ഞിളം മനസ്സിനെ കീഴ്പ്പെടുത്തി കൊണ്ടുപോയി തൻ്റെ ആവശ്യങ്ങൾ നിർവഹിച്ച് വളരെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ ഈ തമ്മാടിയെ ഒരു സെക്കൻഡ് പോലും വെച്ചേക്കരുത്. ജനമധ്യത്തിൽ പരസ്യമായി ഇവൻ്റെയൊക്കെ തലവെട്ടണം. വിദേശ രാജ്യങ്ങളിലുള്ള അതിശക്തമായ നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കിയാൽ മാത്രമേ ഇനി നമ്മുടെ കുട്ടികൾക്ക് രക്ഷയുള്ളൂ. അതിഭീകരമായ ഈ കൊലപാതകത്തിൻ്റെ വാർത്തയുടെ താഴെ ചില കമൻറ്റുകൾ ശ്രദ്ധയിൽപ്പെട്ടു. അതിലൊന്നാണ്, മകളെ, ഈ ദിവസം കഴിഞ്ഞാൽ എല്ലാം മറക്കും, മറ്റൊരു സംഭവം നടക്കുന്നത് വരെ. റീജ എന്നൊരു സഹോദരിയുടെ ഈ മെസ്സേജ് എത്രമാത്രം സത്യമാണ്. ഇത്തരം അതിഭീകരമായ കൊലപാതകങ്ങളും മനുഷ്യ മനസ്സിനെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ നടക്കുമ്പോഴും മാത്രമാണ് നമ്മുടെ പത്രമാധ്യമങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുന്നത്. ഗവൺമെൻറ് ശ്രദ്ധിക്കുന്നത് 2 ദിവസം കഴിഞ്ഞാൽ അവനെ അറസ്റ്റ് ചെയ്ത് ഇതെല്ലാം മറന്നു പോകുന്നൊരവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഇനി അടുത്തൊരു 5 വയസ്സുകാരി പീഡിപ്പിക്കപ്പെടുന്നത് വരെ, മറ്റൊരു കൊലപാതകം നടക്കുന്നത് വരെ നമ്മുടെ മീഡിയകളും ഗവൺമെൻറ്റും എല്ലാം മൗനത്തിലായിരിക്കും. ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് വേണം. ഇനി ഒരിക്കലും ഇത്തരം കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിൽ അരങ്ങേറാൻ പാടില്ല. അതാണ് മറ്റൊരു സുഹൃത്തിൻ്റെ കമൻറ്റ്. പ്രതികളെ ജനം കണ്ടു നിൽക്കെ വധശിക്ഷ നടപ്പിലാക്കണം. അതിൻ്റെ താഴെ കാണാം, ഇതുപോലെയുള്ള പ്രതികളെ പരസ്യമായി തൂക്കിലേറ്റണം. എത്ര വലിയ സത്യമാണത്! നികുതിപ്പണം കൊണ്ട് ഇവരെയൊക്കെ തീറ്റിപ്പോറ്റി തടിപ്പിക്കുന്നതിന് പകരം 2 ദിവസം കൊണ്ട് വിചാരണ പൂർത്തിയാക്കി ജനമധ്യത്തിൽ പരസ്യമായി തൂക്കിലേറ്റുകയാണെങ്കിൽ ഇനി നാളെ ഇതുപോലെ ഒരു കൊലപാതകം നമ്മുടെ നാട്ടിൽ അരങ്ങേറില്ല. ഇത്തരത്തിലുള്ള പീഡനങ്ങൾ പിന്നെ ഉണ്ടാവില്ല. ഏത് നിലക്കും നമ്മൾ രക്ഷപ്പെടും, ജയിലിൽ നിന്ന് പുറത്തു വരും, ആളൂരുമാർ നമ്മെ രക്ഷപ്പെടുത്താൻ രംഗത്തുണ്ടാവും എന്ന ഉറപ്പിൻ്റെ മേലിലാണ് വീണ്ടും വീണ്ടും നമ്മുടെ നാട് പ്രതികളെ സൃഷ്ടിക്കുന്നത്. മറ്റൊരു മെസ്സേജ് നിങ്ങൾ കണ്ടില്ലേ? ഇത്ര വലിയ തെളിവ് കിട്ടി, ഇനിയും വിചാരണയുടെ പേരിൽ എത്രയോ വർഷം തള്ളി നീക്കുന്നതിന് പകരം ഇത്രയും തെളിവ് കിട്ടി, ഇനി എന്ത് വിചാരണ? അവനെ തൂക്കിലേറ്റുക, തൂക്കിക്കൊല്ലുക, വിടരുത് അവനെ. നമ്മുടെ നീതിപീഠങ്ങൾ ഇതെല്ലാം കാണണം. ചില നിയമങ്ങൾ മാറ്റിത്തിരുത്തലുകൾ ആവശ്യമാണ്. എന്നാൽ മാത്രമേ ഈ അരാജകത്വത്തിനും അതുപോലെ കൊലപാതകങ്ങൾക്കും അറുതി ഉണ്ടാവുകയുള്ളൂ എന്ന് ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം മദ്യം എല്ലാ തിന്മകളുടെയും ഉമ്മയാണ്. ആ മദ്യം അത് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന കാലത്തോളം മദ്യം ഉള്ളിൽ ചെന്നാൽ പെങ്ങളാണോ ഭാര്യയാണോ കുട്ടിയാണോ എന്ന് തിരിച്ചറിയാതെ ഇത്രയും വളരെ നിഷ്ഠൂരമായ കൊലപാതകങ്ങളും പീഡനങ്ങളും നമ്മുടെ നാട്ടിൽ തുടർന്നുകൊണ്ടേയിരിക്കും.